മിസ്സേ, ഈ അക്കൗണ്ട്സ് റിസീവബിൾ റിപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ? ടാലിയിൽ ഇത് എടുക്കാൻ പറ്റുമോ? ആദ്യം നമുക്ക് അക്കൗണ്ട്സ് റിസീവബിൾ അല്ലെങ്കിൽ ട്രേഡ് റിസീവബിൾ റിപ്പോർട്ട് എന്താണെന്നും എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുശേഷം ടാലിയിൽ ഇത് എങ്ങനെ ഓപ്പൺ ആക്കാമെന്ന് കാണാം. കമ്പനികളിൽ ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോഴാണ് അക്കൗണ്ട്സ് റിസീവബിൾ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അക്കൗണ്ടന്മാർ പ്രിപ്പയർ ചെയ്യുന്ന ഈ റിപ്പോർട്ട് വെച്ചിട്ടായിരിക്കും കമ്പനി മാനേജ്മെന്റ് അവരുടെ ഏതൊക്കെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും ഏതൊക്കെ സെയിൽ ബില്ലിന്റെ എമൗണ്ട് ആണ് കിട്ടാനുള്ളതെന്ന് ട്രാക്ക് ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന് ഫോളോ അപ്പ് ചെയ്യുന്നതിനും അവരുടെ കയ്യിൽ നിന്നും എമൗണ്ട് കറക്റ്റ് ആയിട്ട് മേടിച്ചെടുക്കുന്നതിനും ഈ റിപ്പോർട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് കമ്പനിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി എങ്ങനെയാണ് ടാലിയുടെ അക്കൗണ്ട്സ് റിസീവബിൾ റിപ്പോർട്ട് എടുക്കുന്നത് നോക്കാം. ആദ്യം കമ്പനി ഓപ്പൺ ആക്കാം. അവിടെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അതിൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ്, ഔട്ട്സ്റ്റാൻഡിങ്സ്, അവിടെ റിസീവബിൾസ് എന്നുള്ളത് എടുക്കാം. അപ്പം നമുക്ക് ഇതുപോലൊരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യും. ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഡേറ്റ് ആണ്, സെയിൽ ബില്ലിൻ്റെ ഡേറ്റ് ആണ് തന്നിരിക്കുന്നത്. അടുത്തത് ബിൽ നമ്പർ ആണ്, റെഫറൻസ് നമ്പർ എന്നുള്ളത്. പാർട്ടീസ് നെയിം, നമ്മൾ ഏത് കസ്റ്റമറിനാണോ സെയിൽ നടത്തിയിരിക്കുന്നത് ആ കസ്റ്റമറിൻ്റെ പേരാണ് തന്നിരിക്കുന്നത്. പെൻഡിങ് എമൗണ്ട് കസ്റ്റമർ കമ്പനിക്ക് തരാനുള്ള എമൗണ്ട് ആണ്. അടുത്തത് ഡ്യൂ ഓൺ എന്നുള്ളിടത്ത് ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പം അത് നമ്മളൊരു ക്രെഡിറ്റ് സെയിൽ നടത്തുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ക്രെഡിറ്റ് പീരീഡ് അനുസരിച്ചായിരിക്കും ഇവിടെ ഡേറ്റ് വരുന്നത്. നമ്മൾ സെയിൽ നടത്തുന്ന സമയത്ത് 10 ദിവസത്തിന് ശേഷമോ അല്ലെങ്കിൽ 30 ദിവസത്തിന് ശേഷമോ നമുക്ക് എമൗണ്ട് തന്നാൽ മതി എന്നുള്ള രീതിക്ക് അവർക്ക് ക്രെഡിറ്റ് പീരീഡ് കൊടുക്കുന്നു. ആ പീരീഡ് അനുസരിച്ചായിരിക്കും ഇവിടെ ഡേറ്റ് വരുന്നത്. ഓവർ ഡ്യൂ ബൈ ഡേയ്സ് എന്നുള്ളിടത്ത് നമ്മുടെ ക്രെഡിറ്റ് പീരീഡ് കഴിഞ്ഞിട്ട് ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് എന്നാണോ നമ്മൾ ഈ റിപ്പോർട്ട് എടുത്ത് നോക്കുന്നത് അത് കഴിഞ്ഞ് എത്ര ദിവസമായി എന്നുള്ളതാണ് ഓവർ ഡ്യൂ ബൈ ഡേയ്സിൽ കാണിക്കുക. അപ്പം നമ്മുടെ റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്നത് 30 ഏപ്രിലാണ്, ഡ്യൂ ഡേറ്റ് 16 മെയ് ആണ് കിടക്കുന്നത്. അപ്പം ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ഡേയ്സ് ഒന്നും കാണിക്കാത്തത്. തൊട്ട് താഴത്തെ ബില്ല് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏപ്രിൽ 25 ആയിരുന്നു ഡ്യൂ ഡേറ്റ്, ഇപ്പോൾ 30 ആയതുകൊണ്ട് 5 ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ 5 ഡേയ്സ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ടും കൊടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ ഇതുപോലൊരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ റിപ്പോർട്ട് വെച്ചിട്ടായിരിക്കും കമ്പനി മാനേജ്മെൻറ്റ് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും എമൗണ്ട് വാങ്ങിച്ചെടുക്കുന്നത്. ഈ റിസീവബിൾ റിപ്പോർട്ടിൽ കാണിക്കുന്ന എമൗണ്ട് അത്രയും കമ്പനിക്ക് കിട്ടാനുള്ളതായതുകൊണ്ട് കമ്പനിയെ സംബന്ധിച്ച് കറണ്ട് അസറ്റായിട്ടായിരിക്കും ഇത് അക്കൗണ്ട് ചെയ്യപ്പെടുന്നത്.